അസ്സലാമലൈക്കും മുത്തുമണികളെ, എന്തൊക്കെയാണ് നമ്പർക്ക് ഉണ്ടാക്കി ഒരുങ്ങിയോ? ഞാനിതാ ഒരുങ്ങിയതാ കൊടുന്ന് വെച്ചിരിക്കണു. ഇതാണ് നമുക്കുള്ള സ്പെഷ്യൽ ചായയാണ് കേട്ടോ. ചായ ആറ്റിയിട്ട് പോകാമെന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ഇത്തിരി നെയ്ച്ചോറും ബീഫ് തോരൻ വെച്ച് കേട്ടോ. ഇത് ബീഫ് തോരൻ വെച്ച്. അപ്പോൾ അത് കാക്കൂന് മാത്രമേ എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് തിന്നോളായിരുന്നു. അപ്പോൾ കാക്കൂന് നോമ്പ് തുറക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ പിന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വെള്ളവും ചായയും. ഞാൻ പിന്നെ ഈ പാട്ടിൽ തന്നെ അങ്ങോട്ട് മോന്തിക്കോളൂ കേട്ടോ. കാക്കൂന് ഇത് മതി ക്ലാസ്സിൽ. പിന്നെ ചായ രണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ രണ്ടാൾക്കും ഓരോ കേക്കുണ്ട്. ഇനി നമുക്ക് ഉച്ചക്ക് നേരത്തെ വെച്ചാൽ ഇത് കാണിച്ചു തരാം. ചോറ് കാണിച്ചു തരാം. എത്ര ചോറ് നമുക്ക് ഇനി ബാക്കിയുണ്ട് കണ്ടോ. നമ്മൾ വെച്ചിൽ ഇത്ര ചോറിഞ്ഞ് ബാക്കിയുണ്ട്. നമുക്ക് അത്താഴത്തിന് എടുക്കാൻ പറ്റും. നമുക്ക് അത്ര ചോറ് ബാക്കിയുണ്ട്. പിന്നെ അതേമാതിരി ബീഫ് തോരൻ, ഇത്ര ബീഫ് തോരനുണ്ട് ബാക്കി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അത്താഴത്തിന് വേറെ ഒന്നും വേണ്ടി വരില്ല. സമയം കുറേ ആയി. ജനലും കൂടി അങ്ങ് കണ്ട് അടച്ച് വെച്ചാൽ ക്ലിയറായി വന്നിട്ട് വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്നും അൽഹംദുലില്ലാ. അപ്പോൾ സമയത്തിലേ അറിയണ്ട നിങ്ങൾക്ക്. ഇത് കണ്ടോ, 35-നാണ്. 35 ആകുമ്പോൾ അപ്പോൾ ആരെയും മറന്നിട്ടില്ലല്ലേ. ഇനി കമൻറ്റ് ഇങ്ങനെ ചോദിക്കും, പഠിച്ചോനെ എന്നെ മറന്നമ്മച്ചിയെന്ന്. ആരും മറന്നിട്ടില്ലേ. എല്ലാവരും ഓർമ്മ ഉണ്ട്. കാരണം പേര് പറയാത്ത എന്താണെന്നറിയോ, പേര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ പേര് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞില്ല. അതിനും എൻ്റെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അമ്മച്ചിൻ്റെ പേര് പറഞ്ഞില്ല, എന്നെ അമ്മച്ചി മറന്നു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളെയും ഓർമ്മ ഉണ്ട്, എല്ലാ സഹോദരന്മാരും ഓർമ്മ ഉണ്ട്, എല്ലാ സഹോദരിമാരും ഓർമ്മ ഉണ്ട്. അവിടെ ഒരാളിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ചെല്ലാൻ തുടങ്ങിക്കണം. നോമ്പ് തുറക്കണ്ട. ശരി, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ വലിയ ക്ലാസ്സിലെ വെള്ളം ഇരിക്കണ ആ ചായ നെയ്ച്ചോറ് അത് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പച്ചിയുടെ കാര്യം പൂർത്തിയായിട്ടോ. പിന്നെ ഞാൻ ചായ എന്തോ കുടിച്ച നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എടുത്ത് തിന്നോളും ചോറ്. ഓലക്ക് എടുത്ത് വെച്ചിക്കണം. അപ്പം നിർത്തട്ടെ എന്നാൽ 2 മിനിറ്റ് 3 മിനിറ്റായി. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, ഒരു മുത്തുമണികളെയും മറന്നിട്ടില്ല. ഒരുപാട് ടെൻഷനുള്ള 2-3 മക്കളുണ്ട്. മറന്നോ എന്ന് ചോദിച്ചെങ്ങാണ്ട് ചോദിക്കണേ. ആരും മറന്നിട്ടില്ല, മറക്കൂല. നിസാരം. ഇനിയിപ്പോൾ എത്ര ദിവസമുള്ളൂ നമ്മളെ നോമ്പ്? ഇന്നിപ്പോൾ 5 നമുക്ക്. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും ഇല്ല എവിടെ? ഇനി എത്ര ദിവസം ഉണ്ടാവും നോമ്പ്? ഇനിയിപ്പോൾ 25. 30 കിട്ടുകയാണെങ്കിൽ ഇനി 25 ദിവസം, അതല്ലെങ്കിൽ നമുക്ക് 24 ദിവസം. അപ്പോഴത്തേനൊന്നും നമ്മളൊരു മനുഷ്യന്മാരങ്ങനെ മറക്കൊന്നുമില്ല. എൻ്റെ ദുആയിലുണ്ട്, നിങ്ങളുടെ ദുആയിൽ എന്നെയും ചേർക്കുക. അത്ര മതി. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് കാണാം.